50,000 രൂപ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് സ്പെൻഡ് ചെയ്ത ഒരു വ്ളോഗാണിത്. ഹലോ ഗുഡൻ ടാഗ്. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനും കാണിക്കാനുമാണ് പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഒരു ഹെപ്പിക് മൊമെൻറ്റുകളിൽ ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആഗ്രഹത്തിൻ്റെ കാര്യം. ഫൈനലി ഇന്ന് അത് പോസിബിൾ ആവാൻ പോവുകയാണ്. സംഭവം 2-3 ദിവസം മുമ്പ് പോസിബിൾ ആവേണ്ടതായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് പോസിബിൾ അല്ല. ലൈക്ക് പൈസ ഉണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ പോസിബിൾ ആയേനെ, പക്ഷേ ആയില്ല. ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞാണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്, അത് അത്യാഗ്രഹമാണ്. പോസിബിൾ ആവുമോയെന്ന് അറിയില്ല, പക്ഷേ ഇന്നത് സാധിക്കും ഗൈസ്. ലെറ്റ്സ് ഗോ. സൂപ്പർ എക്സൈറ്റഡ് ആണ്. പക്ഷേ നമ്മളെങ്ങനെ ക്യാമറ എടുക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. കിട്ടുമെന്നറിയില്ല, കിട്ടിയാൽ ഞാൻ ഹാപ്പി ആയിട്ട്. ഏറെക്കുറെ ഒരു 10 ദിവസം സക്സസ്സായി നോക്കിയിരിക്കുന്നു. അതെ, അതെന്തായാലും കിട്ടും, ഉറപ്പാണ്. അല്ലടാ, അത് കിട്ടും എന്നുള്ള പറച്ചിലാണ്. എപ്പിക് ജിൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ തുടങ്ങി ആക്റ്റീവ് ആവുന്ന സമയത്ത് ഒരു ആക്ഷൻ ക്യാമറ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു DJI Pocket 3 എന്നതിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല, കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണ്. താങ്ക് യു. നമുക്ക് സംഭവം ഗോവയിൽ എത്തിച്ചാണ്. പക്ഷേ എങ്ങനെയൊക്കെയോ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് അതിലോട്ട് എത്തിയതുകൊണ്ട് ഞാൻ അങ്ങനെ അതെടുത്തു. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഇൻവെസ്റ്റ്മെന്റ്. ഇത് തൃശ്ശൂരുള്ള ക്യാം ക്ലിനിക് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത്. അവിടെ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. അവിടെ മാത്രമല്ല, തൃശ്ശൂരുള്ള എല്ലാ കടകളിലും, എല്ലാ ക്യാമറ കടകളിലും ഞാൻ വിളിച്ച സമയത്ത് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. അങ്ങനെ നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു. അങ്ങനെ ക്യാം ക്ലിനിക്കിലത്തെ ചേട്ടൻ അവരുടെ ഗോവയിലത്തെ ബ്രാഞ്ചിൽ സംഭവം എത്തിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസത്തിനുള്ളിൽ ആൾ അവിടെ പോയിട്ട് സാധനം എടുത്തുകൊണ്ട് വന്നിട്ടാണ് നമ്മുടെ കയ്യിലോട്ട് ഇത് എത്തിച്ചു തന്നത്. അതിന് പ്രത്യേക നന്ദി. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ ചെന്ന് വാങ്ങാം. നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് നെഹദിക്ക് വന്നിക്കാണ് കേട്ടോ. ഞാനും ജിൻസിന്റെ ഒപ്പം ഞങ്ങൾ. ക്യാം ക്ലിനിക്കിലത്തെ സർവീസ് എക്സലന്റ് ആണ്, അടിപൊളി സർവീസ് ആയിരുന്നു. അത് പറയാതിരിക്കാൻ ഒരിക്കലും വയ്യ. അതിനുശേഷം ഞങ്ങൾ മന്തി കഴിക്കാനാണ് വന്നത്. സുൽത്താൻ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞു, ഞങ്ങൾ പോയി. അങ്ങനെ ദേ മന്തി കഴിക്കുവാണ്. അപ്പം മന്തിയുടെ ചെസ്റ്റ് പീസോ നല്ല പീസൊക്കെ അവന്മാരെ എടുത്തു, ബാക്കി എന്തോ ആണ് എനിക്ക് തന്നത്. എന്തായാലും മന്തി ഞാൻ ഒരു മന്തി ഫേവറേറ്റ് അല്ല എടുത്തോണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റും. പിന്നെ ഷവായി മന്തിയാണ് വാങ്ങിയത്. കിഡിലെ സാധനം ഷവായി, പക്ഷെ റൈസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ബില്ലൊക്കെ കൊടുത്തിട്ട് നമ്മൾ പോവാണ് കേട്ടോ. എത്രയാണ് ജിൻസ്? 680 ഉണ്ടോ? ഹേയ് ഗൈസ്, അപ്പോൾ ഞാൻ ദേ സാധനം വാങ്ങി ഫുഡ് അടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഡെന്നീസിൻ്റെ ഷോപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഡെന്നീസിൻ്റെ ഗ്യാരേജ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഡെന്നീസ് കം ഓൺ. ഡെന്നീസ് പുതിയ സ്വന്തമായിട്ട് വാങ്ങിയ ക്യാമറയാണ്. പക്ഷേ ഇനി അത് അവന് ഉപയോഗിക്കാൻ ഒരു ഇതില്ല ഗൈസ്. അതൊക്കെ അത്രേ ഉള്ളൂ. ഓ, അപ്പോൾ ഇങ്ങനെ ടൗണിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു നിഗൂഢമായ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെസ്, മോനെ ഓ ഗായ്സ്, കനാലിൽ വെള്ളം വന്നില്ലേ. ഇവിടെയാണ് ഡെന്നീസിൻ്റെ വണ്ടി സർവീസ് ചെയ്യുന്ന ഏരിയ. ഓക്കെ, ഇതാണ് ഡെന്നീസിൻ്റെ വണ്ടി സർവീസ് ചെയ്യുന്നത്. ഓ, നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടോ? ഡെന്നീസിൻ്റെ ഇതാണ് ഗ്രാവിറ്റി അല്ല, റിക്കംബൻറ്റ് ട്രൈ സൈക്കിൾ. അപ്പോൾ ഇതും വന്ന് നമ്മൾ വീണിട്ടില്ല, പക്ഷേ ഈ അടുത്തൊന്ന് വൈറലാക്കിയായിരുന്നു. നമ്മളിപ്പോൾ അൽ സുൽത്താൻ്റെ വീട്ടിലാണുള്ളത്. ദേ ഇവിടെ അൽ സുൽത്താനും ഡെന്നീസും കൂടെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് എന്തൊക്കെയോ സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യാന്ന് തോന്നുന്നു. എന്തോ ഒരു റീലിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യാം അല്ലേ സുൽത്താനെ? സുൽത്താൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ ബസ് കയറി ആമ്പല്ലൂർ എത്തി. അങ്ങനെ ആമ്പല്ലൂർ എത്തിയപ്പോൾ ഞാൻ നൈറ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. കിഡിലെ ലോ ലൈറ്റ് പെർഫോമൻസ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ്. ഗൈസ്, നമുക്ക് റിയാക്ഷൻ എടുക്കാം.
യെസ്, അതാണ് ക്യാമറ. യെസ്, ഓ ഓ, ആ അതെ ഞാൻ, അയ്യോ ആ അതെ. ഹേയ് ഗൈസ്, ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു യൂട്യൂബ് ചാനൽ മാത്രമല്ല, മറിച്ച് ഐ എക്സ്പെക്ട് മോർ ഫ്രം ദീസ്. അതായത് യൂട്യൂബിൻ്റെ ശരിക്കും പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു DJI പോക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു ക്യാമറ എടുത്തത്. സോ ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാമറ നമുക്ക് ഇതുപോലെ, അതായത് ഫുൾ ടൈം ഈ ഒരു കേസിൽ ഇട്ടിട്ടാണ് ഇത് വരിക. ഇത്ര ലെങ്ത് ഇല്ല സത്യത്തിൽ. ഓക്കെ, നമുക്ക് ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ്, ഇത്രയേ ഉള്ളൂ ക്യാമറ. ഇത് ഒരു എക്സ്ട്രാ ഒരു ടൈ ആണ്. സോ അത് ഞാൻ ഇട്ടതാണ്, കാരണം നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് പോകാൻ നോക്കിയാലും, ഇനി ഇങ്ങനെ പെട്ടെന്നൊന്ന് വീണ് കഴിഞ്ഞാലും, ഇങ്ങനെ ഇടരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ എന്നാലും വീണ് കഴിഞ്ഞാലും ഒക്കെ ഇതായിരിക്കും. പിന്നെ ഇത് ഓണാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ ഓണായി വരും. യെസ്, ഇങ്ങനെയാണ് ഇവൻ ഓണായി വരിക. വെരി സിമ്പിൾ ആൻഡ് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇവൻ്റെ റിവ്യൂ വീഡിയോ വേണമെങ്കിൽ അത് കമൻറ്റ് ഇട്ടോ, നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ തിരിച്ചാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ ഓഫ് ആവുന്നതായിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാലും ഓൺ ആവുന്നതായിരിക്കും. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.